ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്തായിരുന്നു എന്നുള്ളത് എനിക്ക് ആക്ച്വലി പറയാൻ പറ്റൂല. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ബിസിനസ് സ്ലോലി ഗ്രോത്ത് ആയിട്ട് വന്നൊരു ബിസിനസ്സാണ്. അഗ്രിമെന്റ് ചെയ്യുക, അതിനനുബന്ധിച്ചിട്ടുള്ള മറ്റു പല ലീഗൽ പ്രൊസീജിയേഴ്സും ഉണ്ട്. പിന്നെ ലൈസൻസിലേക്ക് വരുമ്പം ലൈസൻസ് ഫീസ് അബവ് 5,000 to 10,000 ഒക്കെ വരും. നമ്മൾ ഇന്റീരിയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ബേസിക് ആയിട്ടുള്ള ഇന്റീരിയർ എങ്കിലും ചെയ്യണം. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെച്ചിരിക്കുന്ന സൈക്കിളിന് അതിന്റെ ആ ഒരു ലുക്ക് ഉണ്ടാവും. ഈ ഒരു കോഴ്സ് ഒരു സൈക്കിൾ കട വിജയകരമായി ആരംഭിക്കാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. നിങ്ങളൊരു ഉത്സാഹിയായ സൈക്കിൾ യാത്രികനായാലും ലാഭകരമായ ബിസിനസ് അവസരത്തിനായി നോക്കുന്നവരായാലും ഈ കോഴ്സ് ഒരു സൈക്കിൾ ബിസിനസ് എങ്ങനെയാണ് ആരംഭിക്കേണ്ടതെന്നും എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടതെന്നും വളരെ വ്യക്തമായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. വിപണി ഗവേഷണം, ശരിയായ ലൊക്കേഷൻ കണ്ടെത്തൽ, ഉൽപ്പന്നങ്ങളുടെ ഉറവിടം, മാർക്കറ്റിംഗ് എന്നിവയും ഈ കോഴ്സിലൂടെ കവർ ചെയ്യുന്നു. കൂടാതെ സൈക്കിൾ ബിസിനസ് ലാഭകരമാണോ ഇല്ലയോ എന്ന കാര്യം ഇപ്പോഴും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഈ കോഴ്സിലൂടെ നിങ്ങൾക്കത് മനസ്സിലാക്കാനും കഴിയും. വരൂ, നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. സൈക്കിൾ ബിസിനസ് സംബന്ധിച്ചിടത്തോളം ലൊക്കേഷൻ എന്ന് പറയുന്നത് ആൾക്കാർക്ക് കൂടുതൽ ആക്സസിബിൾ ആയിരിക്കണം. ലൊക്കേഷൻ ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു ബസ് സ്റ്റാൻഡോ അടുത്തുണ്ടാവണം, അല്ലെങ്കിൽ ഓട്ടോ സ്റ്റാൻഡൊക്കെ അടുത്തുണ്ടാവണം. വേറൊന്ന്, ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് പാർക്കിംഗ് സ്പേസ് ആണ്. ഇപ്പം ബസ്സോ ഓട്ടോ ഒക്കെ യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് വളരെ കുറവാണ്. കൂടുതലും കാറും ഒക്കെ കൊണ്ടുവരുന്ന ആൾക്കാര്, അവർക്കൊക്കെ വണ്ടി വെക്കാനുള്ള ഒരു സ്പേസിലുള്ള ലൊക്കേഷൻ ആയിരിക്കണം എപ്പോഴും. പിന്നെ എന്ന് വിചാരിച്ച് നമ്മള് ബസ് സ്റ്റാൻഡും മറ്റേതൊക്കെ അടുത്ത് വേണമെന്നതിന്റെ നമ്മൾ ടൗണിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല. കുറച്ച് ദൂരം, ടൗണിൽ നിന്നായാലും കുറച്ച് ദൂരമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഡെവലപ്പിംഗ് ഏരിയയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. അതായത് കുറച്ചും കൂടി വിസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കും ലൊക്കേഷൻ. ഇതിനങ്ങനെ നമ്മൾ ടൗണിൽ തന്നെ വേണമെന്നൊന്നുമില്ല. നാഷണൽ ഹൈവേയുടെ സൈഡിലായത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരുപാട് ഗുണങ്ങളുണ്ട്. നാഷണൽ ഹൈവേയുടെ സൈഡിലാകുമ്പോൾ നമുക്ക് ഒരു ലോങ് ഡിസ്റ്റൻസിലുള്ള കസ്റ്റമേഴ്സ് ഉണ്ടാവും. ചിലപ്പോൾ ഇതിലൂടെ ഒക്കെ പോകുന്ന ആൾക്കാർ ഒരു സൈക്കിൾ ഷോപ്പ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ നിർത്തി കയറുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ നാഷണൽ ഹൈവേയിലാണെങ്കിൽ നമുക്ക് ലോങ് ഡിസ്റ്റൻസ്, ഇപ്പം നമുക്ക് ഇവിടെ ഇപ്പം പയ്യന്നൂര്, കാസർഗോഡിലെ കസ്റ്റമേഴ്സ് വരാനുള്ള റീസൺസ് അതാണ്. നാഷണൽ ഹൈവേയിലായതിനു ശേഷം പണ്ട് അങ്ങോട്ടൊന്നും സൈക്കിൾ ഷോപ്പ് ഇല്ലാത്ത കാലത്തായിരുന്നു നമ്മൾ ടൗണിൽ ഇങ്ങനെ ഒരു ഷോപ്പ് തുടങ്ങുന്നത്. നീലേശ്വരം, കാഞ്ഞങ്ങാട് പോലെ സ്ഥലത്ത് സൈക്കിൾ റീറ്റെയിൽ ഷോപ്പ് ഇല്ലാത്തൊരു കാലത്താണ് അവിടെ ടൗണിൽ ന്യൂ പ്രഭു സൈക്കിൾ കമ്പനി എന്ന് പറയുന്ന ഒരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അന്നത്തെ കസ്റ്റമർ ഇന്നും നമുക്ക് ഹൈവേയിലോട്ടേക്ക് വരാൻ തുടങ്ങി. നമ്മളെ നമ്മളൊരു ഷോറൂം ഇപ്പം സ്റ്റാർട്ട് ചെയ്തത് ഹൈവേയിലാണ്. ഹൈവേയിൽ ആയതിനു ശേഷമാണ് നമുക്ക് കുറച്ചും കൂടി ലോങ് ഡിസ്റ്റൻസിലുള്ള കസ്റ്റമേഴ്സ് വരാൻ തുടങ്ങിയത്. സൈക്കിൾ റീറ്റെയിൽ ഷോപ്പ് ബിസിനസ് കോഴ്സിലെ സ്ഥലം, ലൈസൻസുകൾ, അനുമതി എന്നിവയടങ്ങിയ ഒരു ചെറിയ ചാപ്റ്ററിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നുപോയത്. ഈ കോഴ്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടിയാണിത്. ഈ ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ഭാഗത്തിൽ വളരെയേറെ വ്യക്തത വരുത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കൂടാതെ മൂലധനം, ആവശ്യകത, ലോൺ സൗകര്യങ്ങൾ, സർക്കാർ പിന്തുണ, മാർക്കറ്റിംഗ്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അതിനായി സൈക്കിൾ റീറ്റെയിൽ ഷോപ്പ് ബിസിനസ് കോഴ്സിന്റെ A to Z കാര്യങ്ങൾ അടങ്ങിയ കോഴ്സ് വീഡിയോ ഇപ്പോൾ ബോസ്വാൽ ആപ്പിൽ അവൈലബിൾ ആണ്. ഇതുവരെ ബോസ്വാൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയി ബോസ്വാൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നമുക്കിനി വീഡിയോയുടെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം. അതുപോലെ തന്നെ ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത്, സൈക്കിൾ റീറ്റെയിൽ ഷോപ്പ് തുടങ്ങുന്ന സമയത്ത് അതിനാവശ്യമായ ഏറ്റവും മിനിമം സ്പേസ് റിക്വയർമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും മിനിമം സ്പേസ് റിക്വയർമെന്റ് ഒരു ചെറിയ രീതിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു 300 സ്ക്വയർ ഫീറ്റ് എങ്കിലും വേണം. 300 സ്ക്വയർ ഫീറ്റ് ചെയ്യാം, ഏറ്റവും കുറഞ്ഞത്. 300 സ്ക്വയർ ഫീറ്റ് വരെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. 300 സ്ക്വയർ ഫീറ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ മിനിമം അത് ആവശ്യം. മിനിമം എന്ന് വെച്ചാല് അതിനെ കൊണ്ട് നമുക്ക് അധികം ഡിസ്പ്ലേ ഒന്നും ചെയ്യാൻ പറ്റൂല. നമ്മള് ഒരു ഫുൾ പ്ലഡ്ജ് ഒരു സൈക്കിൾ ഷോപ്പ് ചെയ്യാന്നെങ്കിൽ നമുക്ക് 1500 സ്ക്വയർ ഫീറ്റ് എങ്കിലും വേണ്ടി വരും. മറ്റേ നമുക്ക് കുറച്ച് സർവീസസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഒരു സൈക്കിൾ കട തുടങ്ങാം. അപ്പൊ ഈ ഒരു ബിസിനസ് നമ്മൾ നേരിട്ടൊരു സൈക്കിൾ സെയിൽസിലേക്ക് പോയിട്ട് കാര്യമില്ല. ഫസ്റ്റ് ഒരു ചെറിയൊരു സർവീസോ അങ്ങനെയൊക്കെ എന്തെങ്കിലും തുടങ്ങിയിട്ട് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിട്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങിയിട്ട് കാര്യമുള്ളൂ. അതുപോലെ ഒരു ഓൺ സ്പേസ് വേണം നിർബന്ധമുണ്ട്? നമ്മുടെ സ്വന്തം സ്ഥലം തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടോ? സ്വന്തം സ്പേസ് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. ഉണ്ടെങ്കിൽ അത്ര നല്ലതാണല്ലോ. അതിന്റെ ഒരു ഗുണം എന്താണ്? ഓൺ സ്പേസ് ആയതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഓൺ സ്പേസ് ആയതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ ആ ഒരു സ്പേസിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ആൾട്ടർ ചെയ്യാം.
ഓക്കെ, നമുക്കൊരു ഓണർ അടുത്ത് ചോദിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മൾ ഈ സ്പേസ് ഇന്ന പോലെ ഇന്ന ആവശ്യത്തിന് ആൾട്ടർ ചെയ്യണം. ഇപ്പൊ ഒരു സ്പേസ് നമുക്കിപ്പം ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്ന സ്പേസ് നമുക്ക് അത് എനിക്ക് ആ സ്പേസ് സർവീസിന് വേണ്ടി യൂസ് ചെയ്യാം. അപ്പം സർവീസിന് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ അത് കുറച്ചൊന്ന് വൃത്തികേടാവും. അപ്പൊ ആ ഒരു സ്പേസ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഓണർ അടുത്ത് ചോദിക്കേണ്ടി വരും. ഓൺ സ്പേസ് ആകുമ്പോൾ അതിന്റെ ആവശ്യമില്ല. ആ ഒരു ഡിഫറൻസ്. അതുപോലെ റെന്റ് ആണോ ലീസ് ആണോ കൂടുതൽ ഫീസിബിൾ ആയിട്ടുള്ളത്? റെന്റ് തന്നെ. റെന്റ് തന്നെ. ലീസ് അത്രക്ക് ലീസ് അത്രക്ക് സജസ്റ്റ് ചെയ്യില്ല. എന്തുകൊണ്ടായിരിക്കും? എന്താണെന്ന് വെച്ചാൽ ലീസിന് വേണ്ടിയിട്ട് കൊടുക്കുമ്പം ഇവര് നമുക്കിപ്പം ഇതിന്റെ ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ലീസ് എമൗണ്ട് എന്ന് പറയുന്നത് ഹ്യൂജ് ആയിരിക്കും. അത്രയും ഹ്യൂജ് എമൗണ്ട് കൊടുത്തിട്ട് ഇതിൽ നിന്ന് അത്ര റിട്ടേൺ ഇല്ല. അത്രയും ഹ്യൂജ് എമൗണ്ട് കൊടുത്തിട്ട് ചെയ്യാൻ പറ്റുന്ന റിട്ടേൺ ഒന്നും ഈ ബിസിനസ്സിൽ ഉണ്ടാവില്ല, വരുന്നില്ല. ഓട്ടോമാറ്റിക്കായിട്ട് റെന്റ് ആണ് കുറച്ചും കൂടി ബെറ്റർ. അപ്പൊ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് എനിക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു മറുപടി വേണം. അതായത് ലൈസൻസിനെ സംബന്ധിച്ചിടത്താണ് എന്താണ് ഈ സൈക്കിളിന്റെ ഒരു ബേസിക് ആവശ്യമായ ലൈസൻസുകൾ എന്തൊക്കെയാണ്? നമുക്ക് ഏറ്റവും റിക്വയർഡ് ആയിട്ടുള്ള ലൈസൻസുകൾ. നമ്മൾ സൈക്കിൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ആകെ വേണ്ടത് ഒരു മുനിസിപ്പൽ ലൈസൻസ് മാത്രമേ വേണ്ടു. ഇതിന്റെ അപ്പുറത്തേക്ക് വേറൊരു ലൈസൻസും ഇതിൽ ആവശ്യമില്ല. അതായത് ലോക്കൽ ബോഡി എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടുത്തെ ലോക്കൽ ബോഡിയിലെ ലൈസൻസ് മാത്രമേ വേണ്ടു. മറ്റു വേറൊരു ഇതിന്റെയും ലൈസൻസ് നമുക്ക് ഇതിൽ ആവശ്യമില്ല. ഓക്കെ, അതായത് ഫോർമാലിറ്റീസ് എന്ന് പറയുന്നത് നമുക്ക് ലൈസൻസ് എടുക്കാൻ അവരൊരു ഫോർമാലിറ്റി ഉണ്ട് ഓൾറെഡി. അപ്പൊ അതിനനുസരിച്ച് അവര് ചോദിക്കുന്ന കുറെ ഇപ്പം നമ്മളെ ഓണറുടെ സമ്മതപത്രം, പിന്നെ ഇതിന്റെ കച്ചീട്ട്, അതായത് നമ്മള് ഓണറായിട്ട് ഒപ്പിട്ടിരിക്കുന്ന ഡോക്യുമെന്റ്, അഗ്രിമെന്റ് ഒക്കെ അത്, പിന്നെ നമ്മൾ പ്രൊഫഷണൽ ടാക്സ് അടക്കണം, അതിന്റെ പ്രൊഫഷണൽ ടാക്സിന്റെ കോപ്പി, ഇതൊക്കെയാണ് നമുക്ക് കാര്യമായി വേണ്ടത്. അതുപോലെ ലൈസൻസിന്റെ അപ്പുറത്തോട്ട് എന്തെങ്കിലും പെർമിഷൻസ് നമുക്ക് ആവശ്യമുണ്ടോ? ഇല്ല, വേറെ പെർമിഷൻസും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ലോക്കൽ ബോഡി ഗവൺമെന്റിന്റെ പെർമിഷൻ ഒന്നുമില്ല. ഈ ലോക്കൽ ബോഡി ഗവൺമെന്റിന്റെ ആ ഒരു ലൈസൻസ് മാത്രമേ ഉള്ളൂ, അതന്നെ പെർമിഷൻ. വേറെ അതിൽ നിന്ന് വേറെ പെർമിഷനോ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ സ്വന്തമായിട്ട് ഒരു സ്ഥലത്ത് ഇത് തുടങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് പെർമിഷൻ, ലൈസൻസ് അതുപോലുള്ള കാര്യങ്ങൾ മസ്റ്റാണോ? മസ്റ്റാണ്. ഈ ഇപ്പം പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങൾ. അപ്പം സ്വന്തമായിട്ടുള്ള ഒരു സ്പേസ് ആണെങ്കിൽ നമുക്ക് ഓണറെ സമ്മതപത്രമോ കാര്യങ്ങളൊന്നും വേണ്ടെന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, വേറെ ബാക്കിയെല്ലാം പറയുന്ന പോലെ തന്നെ. സൈക്കിൾ റീറ്റെയിൽ ഷോപ്പ് ബിസിനസ് കോഴ്സിലെ സ്ഥലം, ലൈസൻസുകൾ, അനുമതികൾ എന്നിവ അടങ്ങിയ ചാപ്റ്ററിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയത്. ഈ ഭാഗം നിങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായെന്ന് ഞാൻ കരുതുന്നു. ഈ കോഴ്സ് മുഴുവനായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കും സ്വന്തമായി സൈക്കിൾ റീറ്റെയിൽ ഷോപ്പ് ബിസിനസ് ആരംഭിക്കാവുന്നതാണ്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഇപ്പോൾ തന്നെ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ. Bosswala. Be the boss.